ഓക്കെ, 4 മൊഡ്യൂള് വരെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കി. 4ാമത്തെ മൊഡ്യൂള് GST എന്ന് പറഞ്ഞ പ്രോബ്ലം വരെ. ഇനി ഇന്ന് ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കൺസെഷൻ ഇനി കിട്ടത്തില്ല. ഇനി എന്ന് ലാബ് വെക്കുന്നോ അന്ന് പേറോള് വരെ, അതായത് ഇപ്പോൾ പഠിക്കുന്ന പേറോള് വരെ ഫുൾ പ്രാക്ടിക്കലിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് വേണം എന്നെ കാണിക്കാൻ. കഴിഞ്ഞ ദിവസത്തെ ഞാൻ നോക്കി 3-4 വരെയൊക്കെ ചിലർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാതെ ഞാൻ ലാബ് കയറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പേറോൾ ആൻഡ് ടാലി ആണ്. Payroll refers to a series of accounting transactions involved in the process of paying employees for service rendered. നമ്മുടെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അവർ ചെയ്ത സർവീസിനുള്ള പേയ്മെൻറ്റ്, അവർ എത്ര ദിവസം ജോലി ചെയ്തു, എത്ര രൂപ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം, ആ ഒരു പേയ്മെൻ്റ് ആണ് നമ്മൾ പേറോൾ ഇൻ ടാലിക്കകത്ത് ചെയ്യാൻ പോകുന്നത്. ഓൾ ബിസിനസ് ഫേംസ് റിക്വയർ ദ ഓട്ടോമാറ്റിക് ഫെസിലിറ്റി ഓഫ് കാൽക്കുലേറ്റിംഗ് സാലറി ആൻഡ് വേജസ് ഓഫ് ദെയർ എംപ്ലോയീസ്. The employees may different categories like permanent, contract, casual workers, etc. Their pay structure also may be indifferent. Tally 9 provide a facility of managing salary and wages of different categories of workers with a different pay structure. It also generates pay slip and numerous set of report like payroll statement, attendance, overtime register, gratuity, expect റിപ്പോർട്ടുകൾ, ദെൻ സോ ഓൺ അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ടു ദ മാനേജ്മെൻറ്റ്. നമ്മൾ ടാലി ERP9 നമ്മൾ ഏതൊരു സ്ഥാപനത്തിലെയും വർക്കേഴ്സിൻ്റെ, അത് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽപ്പെട്ട വർക്കേഴ്സ് ആയിരിക്കും. അതിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ, ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ ഒരു ജോലിക്കാരിൽ 2 പേര് പെർമനൻറ്റ്, 2 പേര് ഓവർ ടൈം വർക്ക് ചെയ്യുന്നവരാണ്, 2 പേര് ടെമ്പററി ആണ്, ബാക്കി 2 പേര് കാഷ്വൽ വർക്കേഴ്സ് ആണ്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട വർക്കേഴ്സ് ആയിരിക്കും ഓരോ സ്ഥാപനത്തിലും ഉള്ളത്. അപ്പോൾ ഈ ഓരോ സ്ഥാപനത്തിലും ഇങ്ങനെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ഓരോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ആൾക്കാരുടെയും സാലറി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ടാലി ERP9 വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോരുത്തരുടെയും സാലറി പാക്കേജ്, അവർ ഓവർ ടൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ ടൈമിൻ്റെ ബോണസോട് കൂടി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻസുകൾ എവിടെ ചെയ്യാൻ പറ്റും? പേറോൾ ഇൻ ടാലിക്കകത്ത് ചെയ്യാൻ പറ്റും. ഈ പേറോൾ ഇൻ ടാലി ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഓരോരുത്തർ എത്ര ദിവസം വന്നിട്ടുണ്ട്, അറ്റൻഡൻസ്, എത്ര പേര് ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഗ്രാറ്റുവിറ്റി എത്ര പേർക്കുണ്ട്, അങ്ങനെയുള്ള ഓരോ ഫീച്ചേഴ്സിനെയും എക്സ്ട്രാ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിട്ട് ഇതൊക്കെ മാർക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ദെൻ ERP9 payroll is fully integrated with accounting. It also provides management related information report and statutory forms and reports in prescribed format. നമ്മൾ ERP9 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന എവിടെ തന്നെ അക്കൗണ്ടിങ് ആയിട്ട് തന്നെയാണ്. എന്നിരുന്നാൽ പോലും മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനും സ്റ്റാറ്റ്യൂട്ടറി ഫോമുകൾ കൊടുക്കാനും അതുപോലെ തന്നെ ഏത് റിപ്പോർട്ട് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ചോദിച്ചാലും നമുക്ക് ടാലിയിൽ അത് ഈസി ആയിട്ട് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും എന്ന് പറയാം. ദെൻ പേറോളിന് ടാലിയുടെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 15 പോയിന്റോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു, ഇറ്റ് ഈസ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് വിത്ത് അക്കൗണ്ട്സ് ടു ഗീവ് യു ദ ബെനിഫിറ്റ് ഓഫ് സിംപ്ലിഫൈഡ് പേറോൾ പ്രോസസ്സിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടാലി എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള മറ്റ് എല്ലാ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട്സുകളുമായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആയിട്ടോ ഒക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. അതുവഴിയായിട്ട് നമ്മളുടെ അക്കൗണ്ടുകളിൽ വരുന്ന മാറ്റവും പേറോളും അക്കൗണ്ടും തമ്മിൽ ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ വന്നിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഇത്ര പേർക്ക് സാലറി കൊടുത്തു എന്ന് പറഞ്ഞ് ടാലിയിൽ കാണിച്ചാൽ അത് പേറോളിനകത്തും കാണിക്കപ്പെടും. എവിടെയും കാണിക്കും അതിൻ്റെ എഫക്റ്റ്, അക്കൗണ്ടിങ്ങിനകത്തും അതിൻ്റെ എഫക്റ്റ് വരും. അത്രയും പൈസ കുറഞ്ഞു പോയി, കൊടുക്കാനുള്ള കുറച്ച് പൈസ കൊടുത്തു തീർത്തു, അങ്ങനെ ഒരു രീതിയിൽ അക്കൗണ്ടിങ്ങിനകത്ത് അതിൻ്റെ എഫക്റ്റ് വരും. അതുപോലെ പേറോളിനകത്തും വരും. അപ്പോൾ പേറോളും ടാലിയും തമ്മിൽ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ് എന്ന് ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നു. രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നു, ഇറ്റ് ഹാസ് യൂസർ ഡിഫൈൻഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സബ് ക്ലാസിഫിക്കേഷൻ ഫോർ കോംപ്രിഹെൻസീവ് റിപ്പോർട്ടിംഗ്. ദിസ്
may be relate to the employees, employee group, pay components, department. അതായത് ഇപ്പോൾ ഒരു യൂസർ മീൻസ് ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഡയറക്ടർ വന്നിട്ട് അയാൾക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം എംപ്ലോയീസുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയി ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അവരുടെയൊക്കെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഡിപ്പാർട്ട് വൈസ് ആയിട്ടോ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ, സബ് ക്ലാസിഫിക്കേഷൻ, അതായത് അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വേണം. അതിനൊക്കെ നമ്മുടെ പേറോൾ ഇൻ ടാലി എംപ്ലോയീസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് പേറോളിനകത്ത്. അതുവഴിയായിട്ട് ഏത് കോംപ്രഹെൻസീവ് റിപ്പോർട്ട് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിലും ടാലിയിൽ എൻ്റർ ചെയ്ത് കൊടുത്തിരുന്ന ടാലിയിലെ പേറോളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു എന്ന് പറയുന്നു. തേർഡ് പോയിന്റ് പറയുന്നു, ഇറ്റ് പ്രൊവൈഡ്സ് ദ ഫെസിലിറ്റി ടു ക്രിയേറ്റ് യൂസർ ഡിഫൈൻഡ് ഏണിങ്സ് ആൻഡ് ഡിഡക്ഷൻസ് പേ ഹെഡ്. അതായത് ഓരോരുത്തരുടെയും യൂസർ ഡിഫൈൻഡ് ഏണിങ്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ടാക്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ വരുമാനം അനുസരിച്ച് ടാക്സബിൾ ആണെങ്കിൽ അതിന് ഓരോ ഡിഡക്ഷൻസ് ഹെഡുകളുണ്ട്. ഇത്ര രൂപ ഡിഡക്റ്റ് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സാലറിയുമായി ബന്ധപ്പെട്ടും ഓരോരുത്തർ, അതായത് നമ്മൾ TDS ഒക്കെ പഠിച്ചില്ലേ, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. 50,000-ൽ കൂടുതൽ സാലറി ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ഒരു ടാക്സ് പിടിച്ചതിന് ശേഷം അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ ഓരോ എംപ്ലോയിയുടെയും അവരുടെ വരുമാനങ്ങൾ ടാലിയിൽ എൻ്റർ ചെയ്യുന്നത് വഴിയായിട്ട് അപ്പോൾ ഓരോരുത്തരുടെയും ഡിഡക്ഷൻസുകളൊക്കെ ഈസി ആക്കി പേറോളിലൂടെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. It allows flexible and user-definable criteria for simple or complex calculation. വളരെ ഫ്ലെക്സിബിൾ ആണ്, എപ്പോഴും ചേഞ്ച് വരുത്താൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എംപ്ലോയീസിനൊക്കെ പ്രൊമോഷൻ കിട്ടും, അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിനകത്ത് വരുത്തേണ്ടി വരും. സാലറി പാക്കേജിൽ ഇൻക്രിമെൻറ്റുകൾ ഉണ്ടാവും ഇയർ ബൈ ഇയർ. അതുമൊക്കെ എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്നതും. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാമെന്നൊക്കെ പറയും. Then it allows unlimited grouping payroll masters. എത്രമാത്രം എംപ്ലോയീസ് ഉണ്ടെങ്കിലും അവരെ എല്ലാം നമുക്ക് ഗ്രൂപ്പ് വൈസ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് ആണ് അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയാം. ദെൻ ഇറ്റ് സപ്പോർട്ട് യൂസർ ഡിഫൈൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്, അറ്റൻഡൻസ്, പ്രൊഡക്ഷൻ, ടൈം ബേസ്ഡ് റെമ്യൂണറേഷൻ യൂണിറ്റ്. അതായത് ഓരോ വ്യക്തികളും എത്ര ദിവസം എത്ര വന്നു, പ്രൊഡക്ഷൻ എത്ര സമയം ഉണ്ടായിരുന്നു, അതുപോലെ എത്ര സമയം അവർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തു, അതിൻ്റെ ബേസിൽ അവർക്ക് സാലറി പേയ്മെൻറ്റ്, അതായത് പല രീതിയിലാണ് കമ്പനികൾ വർക്കേഴ്സിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് സാലറി കൊടുക്കുക. ചിലപ്പോൾ മന്ത്ലി ഉണ്ട്, ചിലപ്പോൾ അവർലി, എത്ര അവർ വർക്ക് ചെയ്തു, എത്ര ടൈം കാൽക്കുലേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ ബേസിൽ, അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് സാലറി പാക്കേജുകൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ഏതിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് പ്രൊവൈഡ് എ ഫ്ലെക്സിബിൾ പേറോൾ പ്രോസസ്സിംഗ് പീരീഡ്. അത് വളരെ ഫ്ലെക്സിബിളായി, വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഓരോ വർഷവും ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് പ്രൊവൈഡ് കോംപ്രഹെൻസീവ് കോസ്റ്റ് സെൻറ്റർ ആസ് വെൽ ആസ് എംപ്ലോയീസ് വൈസ് കോസ്റ്റിംഗ് റിപ്പോർട്ടുകൾ. നമ്മൾ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാവിധ കോസ്റ്റ് സെൻറ്റർ, കോസ്റ്റ് യൂണിറ്റ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറിയും ഒക്കെ പഠിച്ചാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എംപ്ലോയി വൈസ് ഓരോ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകൾ അത് ഈസി ആയിട്ട്, ഇത് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എക്സ്പെൻസുകളൊക്കെ ഉണ്ടാകുന്ന വഴിയായിട്ട്, അതുപോലെ ഓരോ എംപ്ലോയിക്കും വന്നിരിക്കുന്ന കോസ്റ്റുകൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇറ്റ് എൻഷുർ ആൻ ആക്യുറേറ്റ് ആൻഡ് ടൈംലി സാലറി പ്രോസസ്സിംഗ്, employee statutory deduction and employer statutory contribution with the help of predefined process. നമുക്ക് PF എന്നൊക്കെ കേട്ടിട്ടില്ലേ, പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ. അതുപോലെ എംപ്ലോയിയുടെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയും കൊടുക്കും, അതിൻ്റെ 13% അവരുടെ സാലറിയിൽ നിന്നും കട്ടാക്കും. ആ സെയിം തന്നെ കമ്പനിയും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ഒരു 1000 രൂപ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന്, അവരുടെ സാലറിയിൽ നിന്ന് 1000 രൂപ PF-ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുവെങ്കിൽ അത് എംപ്ലോയിഡ് കോൺട്രിബ്യൂഷൻ, ആ സെയിം തുക തന്നെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ടൈമിൽ ഈ സാലറി പ്രോസസ്സിങ്ങുകളും ഇതേപോലെയുള്ള ഓരോ ഡിഡക്ഷനുകളും PF-ലോട്ടാണെങ്കിലും അല്ലെങ്കിൽ ESI ഇതേപോലെയുള്ള മെഡിക്കലായിട്ടുള്ള ക്ലെയിമുകളൊക്കെ ഒരുപാടുണ്ട് എംപ്ലോയീസിന്. അപ്പം അങ്ങനെയുള്ള ഡിഡക്ഷൻസുകളൊക്കെ പേറോളിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ഓട്ടോഫിൽ ഫെസിലിറ്റി ടു എക്സ്പെഡൈറ്റ് ദ അറ്റൻഡൻസ്, പേറോൾ ആൻഡ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പ്രോസസ്സുകൾ. അതായത് ഓരോരുത്തരുടെ അറ്റൻഡൻസ്
അനുസരിച്ച് പേറോളിൽ എംപ്ലോയർ എത്രമാത്രം അയാൾക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യണം. അതായത് ആ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ PF പോലുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഇപ്പോൾ ഒരു ലോങ് ലീവ് എടുത്തു, ഒരു മാസം ഒരു 15 ദിവസം ലീവ് കാണിച്ചു, 15 ദിവസത്തെ സാലറി ഉള്ളെങ്കിൽ ആ 15 ദിവസത്തെ കോൺട്രിബ്യൂഷനാണ് നമ്മുടെ കമ്പനി PFലോട്ട് ഇടുകയുള്ളൂ. അപ്പോൾ അവരുടെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ടാണ് പേറോളിലൂടെ എംപ്ലോയർ എത്രമാത്രം കോൺട്രിബ്യൂഷൻ ഈ എംപ്ലോയിക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അറ്റൻഡൻസ് മുഖേനയാണ് തീരുമാനിക്കുക. അറ്റൻഡൻസ് എവിടെ നോക്കിയാൽ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? പേറോൾ ആൻഡ് ടാലിയിൽ നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയുന്നു. Then it will facilitate the accurate computation, deduction of ESI, EPF, professional tax, gratuity, etc. അതെല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിരിക്കാം വീണ്ടും ഒന്നുകൂടെ. അപ്പോൾ ഇത് സാലറി മാത്രം കാൽക്കുലേറ്റ് ചെയ്യുവല്ല ഇതിലൂടെ. എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. അവരുടെ സാലറിയിൽ എത്രമാത്രം PF കോൺട്രിബ്യൂട്ട് ചെയ്യണം, എത്രമാത്രം ഗ്രാറ്റുവിറ്റി ആയിട്ട് പോകണം, പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് പോകണം, PF ആയിട്ട് പോകണം, ഇതിൻ്റെ എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാൽക്കുലേഷനുകൾ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും? പേറോൾ ആൻഡ് ടാലിക്കകത്ത് ചെയ്യാൻ പറ്റും എന്ന് പറയും. Then it helps in generation of statutory forms, challans for EPF, ASI, etc. അപ്പോൾ ഇത് ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമല്ല, നമുക്ക് ഇതിലൂടെ ചെല്ലാൻ ഫോമുകൾ, ബില്ലുകൾ, ഇപ്പം നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലാനോട് കൂടിയാണ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പേറോൾ ആൻഡ് ടാലിക്കകത്ത് ഇപ്പോൾ PFലോട്ട് അടച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ തെളിവായിട്ട് പേ സ്ലിപ്പുകളും നമുക്ക് ലഭിക്കും എന്ന് പറയും. Then it allows drill down to voucher level for any kind of alteration. ഇപ്പൊ നമ്മൾ ഡ്രിൽ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാന്ന് അർത്ഥം. പാർട്ടിലൊക്കെ ചോദിക്കും കേട്ടോ ഡ്രിൽ ഡൗൺ എന്താന്ന്. അപ്പൊ നമ്മൾ വൗച്ചറിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേറോളിലൂടെ അത് ഡ്രിൽ ഡൗൺ ചെയ്ത് ഏതിലാ ഓൾട്ടറേഷൻ വരുത്തിയിട്ടുള്ളത്. ഇപ്പം ഇത്ര രൂപ നാളെ ലീവ് കാണിച്ചു, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വൗച്ചറിൽ എൻട്രി ചെയ്തിൽ ഓൾട്ടർ വരുത്തിയിട്ടുള്ള ഏതാ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. ദെൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നു, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പ്യൂട്ടേഷൻ ഓഫ് അരിയേഴ്സ് പെർട്ടേണിംഗ് ടു ദ പ്രയർ പീരീഡ്. അതായത് കുടിശ്ശികകൾ എന്തെങ്കിലും എംപ്ലോയീസിന് കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ, അതായത് ഓരോരുത്തരും ഡെയിലി വൈസ് സാലറി കൊടുക്കുന്നില്ല, കുറച്ച് മാസം കൊടുക്കാതെ പോയി കമ്പനി, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഓരോ എംപ്ലോയീസിനും കൊടുക്കാനുള്ള അരിയേഴ്സ് എത്രയുണ്ടെന്ന് നോക്കണേ പോലും എവിടെ നോക്കിയാൽ മതി? പേറോൾ ആൻഡ് ടാലിക്കകത്ത് ചെക്ക് ചെയ്താൽ മതി. എംപ്ലോയിയുടെ നമ്പറും എംപ്ലോയിയുടെ പേരൊക്കെ അടിച്ചു കൊടുത്തു നോക്കുക, അന്നേരം അവർക്ക് ഇത്ര രൂപ കൊടുക്കാനുണ്ടെന്നുള്ളത് പേറോളിൽ കാണിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നു, ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാക്കിംഗ് എംപ്ലോയി ലോൺ ഡീറ്റെയിൽസ്. ഇപ്പൊ ചില കമ്പനികളും ചില സ്ഥാപനങ്ങളും ഒക്കെ അവർക്ക് സാലറിയിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോൺ പോലെയായിട്ട്. അപ്പോൾ ഓരോ എംപ്ലോയീസ് ഇനി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അടയ്ക്കാനുണ്ട് ആ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും പേറോളിൻ ടാലിയിൽ എൻട്രി നോക്കിയാൽ മതി. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. പേറോളിൻ ടാലിക്കകത്ത് നമ്മൾ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കുക, ആരുടെ എത്ര ജോലിക്കാരുണ്ട്, എംപ്ലോയീസ് ഉണ്ട്, ഏത് കാറ്റഗറിയിൽ പെട്ടതാണ്, ഏത് ഹെഡിലുള്ളവരാണ്, ഏത് ലെവലിലുള്ള എംപ്ലോയീസ് ആണ്, അവരുടെ സാലറി പാക്കേജ് എത്രയാണ്, ഓരോന്നും ഗ്രാറ്റുവിറ്റി എത്രയാണ്, ESI എത്രയാണ്, PF എത്രയാണ്, എത്ര ദിവസം അവർ ജോലിക്ക് വന്നു, എത്ര അവർ വർക്ക് ചെയ്തു, എത്ര ദിവസം ഓവർ ടൈം വർക്ക് ചെയ്തു, അതിൻ്റെ ബേസിലാണ് ഇവർക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എഴുതി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 19 ജോലിക്കാരുണ്ട്, 50 പല കാറ്റഗറിയിൽ പെടുന്ന ജോലിക്കാർ വേണം, 10 വെച്ച് പല കാറ്റഗറിയാണ്. അപ്പോൾ ചിലരൊക്കെ ഇത്ര ദിവസം ലീവൊക്കെ എടുത്തു, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ നമുക്ക് എഴുതി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ പേറോൾ ആൻഡ് ടാലിക്കകത്ത് ഓരോ എംപ്ലോയീസ് വന്ന് ജോയിൻ ചെയ്യുമ്പോഴും ഏത് കാറ്റഗറി ആണെന്നും സാലറി പാക്കേജ് എത്രയാണെന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്താൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു മാസം ഒരു 10 ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീവ് മാർക്ക് ചെയ്താൽ മതി പേറോളിൽ കയറി. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് 10 ദിവസം ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള സാലറി എത്രയാണെന്നൊക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി കാണിക്കും. അതേപോലെ കൊടുത്തു തീർക്കാനുള്ള അരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കും, ഗ്രാറ്റുവിറ്റി ആയിട്ടും PF ആയിട്ടും ESI ആയിട്ടും ടാക്സ് ആയിട്ടും ഒക്കെ എത്ര കൊടുക്കാനുണ്ടെങ്കിൽ അത് കാണിക്കും. നമുക്ക് 6 മാസം കൂടുമ്പോൾ ഒക്കെ പ്രൊഫഷണൽ ടാക്സ് ഒക്കെ പിടിക്കും. അതായത് 10,000 മേളിലോട്ടാന്ന് തോന്നുന്നു സാലറി ഉള്ള എല്ലാവർക്കും 6 മാസം കൂടുമ്പോൾ നമ്മൾ വില്ലേജിലോട്ട് പ്രൊഫഷണൽ ടാക്സ് ഒക്കെ പിടിക്കും. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റിന് ഏതെങ്കിലും എംപ്ലോയിയൊക്കെ ബന്ധപ്പെട്ട് എംപ്ലോയിയുടെ പെർഫോമൻസ് ലെവലുകളിലൊക്കെ, അല്ലെങ്കിൽ എംപ്ലോയിനെ നമുക്ക് പിരിച്ചുവിടണോ, ടെർമിനേറ്റ് ചെയ്യണോ, പുതിയ ആൾക്കാരെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ടുണ്ടോ,
ഇപ്പോഴത്തെ എംപ്ലോയീസിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാനുണ്ടോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പേറോളിൽ ചെക്ക് ചെയ്താൽ മാനേജേഴ്സിന് മനസ്സിലാകുമെന്ന് പറയുന്നു. കാരണം നമ്മുടെ എംപ്ലോയീസിൽ ഫുൾ എബിലിറ്റി, സ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ പേറോൾ ചെക്ക് ചെയ്താൽ കിട്ടും. ഇവർ ഓവർ ടൈം ചെയ്ത് എത്ര, ഇവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകൾ, അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ഫുൾ ഇൻഫർമേഷൻ ആണ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട്. ജസ്റ്റ് നോട്ട് ഫോർ എ കാൽക്കുലേഷൻ ഓഫ് സാലറി. അതോടൊപ്പം എന്തോടെ വരുന്നുണ്ട്, ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസുകൾ പേറോളിൽ നിന്ന് നമുക്ക് മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാൻ വരെ കിട്ടുമെന്ന് പറയുന്നു. ദെൻ പേറോൾ എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചബിൾ ആണെന്ന് പറയുന്നു. കാരണം മന്ത്ലി സാലറി കയറുന്നവരുണ്ട്, മന്ത്ലി ബോണസ് ഏൺ ചെയ്യുന്നവരുണ്ട്, ഓവർ ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് ബോണസ് അഡീഷണലി കിട്ടുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഒരു പേറോൾ ഇൻ ടാലിയുടെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ. നമ്മൾ ടാലിയിലോട്ട് വരുമ്പോൾ ടാലിയിൽ പേറോൾ എങ്ങനെ ആക്ടിവേറ്റ് ആക്കണം, എവിടെയാണ് നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ കിടക്കുക? F11 ഫീച്ചറിനകത്തും F12 നമ്മൾ 2, 3, 4 പ്രാക്ടിക്കൽ വരെ ചെയ്തു. ആ 4 പ്രാക്ടിക്കൽ വരെ ചെയ്തപ്പോഴും നമ്മൾ അഡീഷണലി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ ഇവിടെ പോയി എസ് ആക്കി, നോ ആക്കി ഒക്കെ കൊടുത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പേറോൾ ഇൻ ടാലിയിൽ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ F11 ഫീച്ചറിനകത്ത് അക്കൗണ്ടിങ് ഫീച്ചറിനകത്ത് വേണം. F11 അക്കൗണ്ടിങ് ഫീച്ചർ, അത് ആദ്യം കിടക്കുന്നത്. അതിനകത്ത് മെയിൻറ്റെയിൻ പേറോൾ ആൻഡ് മോർ ദാൻ 1 പേറോൾ കോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് നമ്മൾ എസ് ആക്കി കൊടുക്കണം. ദെൻ അക്സെപ്റ്റ് ദ സ്ക്രീൻ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റബിൾ അല്ല. എൻ്റർ ചെയ്ത് അല്ലെങ്കിൽ Alt+A കൊടുത്ത് നമ്മൾ അക്സെപ്റ്റ് ആക്കണം സ്ക്രീന്. എങ്കിൽ മാത്രം അത് അവിടെ ആ കമ്പനിയിൽ സേവ് ആകത്തുള്ളൂ ആ ഫീച്ചർ. അക്സെപ്റ്റ് ആക്കിയതിന് ശേഷം ദെൻ നമ്മൾ വേറെയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദെൻ ദ അക്സെപ്റ്റ് സ്ക്രീൻ, ദ ഓപ്ഷൻ മോർ ദാൻ 1 പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി നീഡ് ടു ബി ആക്ടിവേറ്റ് ഓൺലി സെപ്പറേറ്റ് കോസ്റ്റ് കാറ്റഗറി ആർ റിക്വയർഡ് ടു അലോക്കേറ്റ് എംപ്ലോയി കോസ്റ്റ്, അതർവൈസ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ടു നോ. നമുക്ക് ഒരു എംപ്ലോയിക്ക് ഒരുപാട് കോസ്റ്റ് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെയുമായി ബന്ധപ്പെട്ട് അഡീഷണലി കുറേ ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം കൂടെ നമ്മൾ എസ് ആക്കി കൊടുക്കും. മോർ ദാൻ 1 പേറോൾ അല്ലെങ്കിൽ കോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷനോട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കോഴ്സിനകത്ത് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എസ് ആക്കി കൊടുക്കും. അല്ലെങ്കിൽ അത് നോ ആയാൽ മതി. ഏത് മാത്രം എസ് ആക്കിയാൽ മതി? അല്ലെങ്കിൽ മെയിൻറ്റെയിൻ പേറോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് മാത്രം എസ് ആക്കി കൊടുത്താൽ മതി എന്ന് പറയുന്നു. Then after enabling the payroll feature, select statutory and taxation. F11 ഫീച്ചറിനകത്ത് തന്നെ എന്തുകൂടിയുണ്ട്? സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനോടെ ഉണ്ട്. അതായത് അക്കൗണ്ടിങ് ഫീച്ചർ കഴിഞ്ഞാൽ ദെൻ നമ്മുടെ ഇൻവെന്ററി ഫീച്ചർ ഉണ്ട്, അതിനുശേഷം സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതിനകത്ത് 2 new option will appear in statutory and taxation such as enable payroll statutory and set or alter payroll statutory details as ആക്കി കൊടുക്കണം. അതായത് നമ്മളുടെ എംപ്ലോയീസിന്റെ സാലറിയിൽ നിന്ന് കട്ടാക്കുന്ന കുറച്ച് ടാക്സുകളുണ്ട്, അല്ലെങ്കിൽ ഈ ടാക്സ് പോയിട്ട് വേറെയും കുറെ അതർ ഫീച്ചേഴ്സുകളുണ്ട്. അതായത് കോൺട്രിബ്യൂഷൻസുകളുണ്ട്, PF ഉണ്ട്, ESI ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മളിവിടെ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ നിയമമാണത്. നിയമപരമായി ലീഗൽ ആയിട്ടുള്ള ഓരോ എംപ്ലോയീസും അടയ്ക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, ലീഗലി ഉള്ളതാണ്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനിൽ പോയി എന്ത് ചെയ്യണം? എനേബിൾ പേറോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്, അത് എസ് ആക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി യു വിൽ ആസ്ക് ടു പ്രൊവൈഡ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഓഫ് PF, ESI ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് F11 ഫീച്ചറിനകത്ത് മെയിൻറ്റെയിൻ അക്കൗണ്ടിങ് ഫീച്ചറിനകത്ത് F11ന്റെ അക്കൗണ്ടിങ് ഫീച്ചറിനകത്ത് മെയിൻറ്റെയിൻ പേറോളും എസ് ആക്കി കൊടുക്കണം. F11 ഫീച്ചറിൽ സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനകത്ത് എന്തുവാ എനേബിൾ പേറോൾ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞ ഓപ്ഷനും നമ്മൾ എസ് ആക്കി കൊടുക്കണം എന്ന് പറയും. ദെൻ നമുക്ക് F12 കോൺഫിഗറേഷൻ ഉണ്ട്. അതിനകത്തുകൊണ്ട് ദി സെക്കൻഡ് സ്റ്റേജ് ഈസ് സെറ്റിംഗ് F12 കോൺഫിഗറേഷൻ. ദ ലൊക്കേഷൻ ഈസ്, അതായത് നമ്മൾ എപ്പോഴും F11ഉം F12ഉം എടുക്കുന്ന എവിടെ നിന്നാണ് എടുക്കണ്ടേ?
നമ്മൾ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പം നിൽക്കുന്ന എവിടെയാണോ അതിൽ എസ്കേപ്പ് കൊടുത്ത് ഇപ്പം ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് നിൽക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്ന് നിന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ F11ലും F12ലും ഒക്കെയുള്ള ഫീച്ചേഴ്സുകൾ മാറ്റി കൊടുക്കുക. ഓൾട്ട് F2 കൊടുത്ത് ഡേറ്റ് പോലും മാറ്റി കൊടുക്കുന്ന ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്ന് നിന്നുകൊണ്ടാണ്. Then the second stage is setting F12 configuration. The location is gateway of tally. Press F12. The payroll configuration അതിനകത്തുണ്ടാവും. അതായത് F12നകത്ത് പേറോൾ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് അതിൽ എൻ്റർ ചെയ്യുമ്പോൾ ഷോ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ്, ഷോ പാസ്പോർട്ട് ആൻഡ് വിസ ഡീറ്റെയിൽസ്, ഷോ കോൺട്രാക്ട് ഡീറ്റെയിൽസ്, ഷോ ഡീആക്ടിവേറ്റഡ് എംപ്ലോയീസ്, ഇൻഫർമേഷൻ പേയ്മെന്റ് അഡ്വൈസ്, പേ സ്ലിപ്പ് നോട്ടീസ്, പേ സ്ലിപ്പ് മെസ്സേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഈ പേറോളിലുള്ളപ്പോഴാണ് നിങ്ങൾ ഇപ്പം ഗിരിജ്യോതി കോളേജിന് ഇപ്പം അവിടെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ചില സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട് നമുക്ക് പേ സ്ലിപ്പ് മെസ്സേജുകൾ വരാറുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ പേറോളിൽ പേ സ്ലിപ്പ് മെസ്സേജ് ഇപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് എംപ്ലോയീസിനെല്ലാം ഇടണം. അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, എംപ്ലോയീസിനെല്ലാം മെസ്സേജ് പോകണം. അപ്പം അത് പേറോളിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുവാണ്. പേറോളിനകത്ത് പേ സ്ലിപ്പ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ F12 കോൺഫിഗറേഷനകത്ത് കിടപ്പുണ്ട്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് വിട്ടാൽ എത്ര എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് പേറോളിൽ ആഡ് ആയിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും ആ മെസ്സേജ് പോകും. അതുപോലെയുള്ള ഓരോ ഇൻഫർമേഷനുകളും F12നകത്ത് പേറോളുമായി ബന്ധപ്പെട്ടുണ്ട്. അഡീഷണൽ ഫീച്ചറുകൾ കിടപ്പുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ആക്കി കൊടുത്താലാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ F12 കോൺഫിഗറേഷനകത്ത് പേറോൾ കോൺഫിഗറേഷനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഷോ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് അത് ആക്കി കൊടുക്കുക, ഷോ പാസ്പോർട്ട് ആൻഡ് വിസ ഡീറ്റെയിൽസ് ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എന്താണ് ഡീറ്റെയിൽസ്, ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ. ദെൻ ഷോ കോൺട്രാക്ട് ഡീറ്റെയിൽസ്, ഷോ ഡീആക്ടിവേറ്റഡ് എംപ്ലോയീസ് അത് നമ്മൾ നോ ആക്കി കൊടുക്കുക. കാരണം ഇന്ന എംപ്ലോയിനെ നമ്മൾ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടെങ്കിൽ അത് നോ ആക്കി കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർക്ക് പിന്നീട് ഒരു മെസ്സേജ് ചെല്ലത്തില്ല, ഇതേപോലെ ഒരു കാര്യം അതിനകത്ത് ചേർക്കില്ല. ദെൻ ഇൻഫർമേഷൻ ഇൻ പേ അഡ്വൈസ്, അതുപോലെ പേ സ്ലിപ്പ് നോട്ടുകൾ, പേ സ്ലിപ്പ് മെസ്സേജുകൾ. ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കണം കേട്ടോ. F12 കോൺഫിഗറേഷനകത്ത് പേറോൾ കോൺഫിഗറേഷനകത്ത് ഡയലോഗ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ അതൊക്കെ നമ്മൾ ആക്കി അത് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പഠിക്കാനുണ്ട്. ഷോ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ESI, PF, പാൻ നമ്പർ ഇതൊക്കെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ആക്കി കൊടുക്കുക ഉടനെ തന്നെ കയറി വരും അടുത്തൊരു ഡയലോഗ് ബോക്സ്. ദെൻ അതുപോലെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ അവരുടെ എംപ്ലോയിയുടെ എല്ലാവിധ ഹെഡിങ് ഡീറ്റെയിൽസ് അവിടെ വരും. ദെൻ ഷോ കോൺട്രാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഈ എംപ്ലോയി എത്ര നാളത്തേക്കാണ് കോൺട്രാക്ട് വെച്ചിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഷോ ഡീആക്ടിവേറ്റഡ് എംപ്ലോയീസ് ആണെങ്കിൽ ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് എംപ്ലോയീസ് ആണ് നമുക്ക് കാണാൻ പോവുക. ഇത് നേരത്തെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണാൻ പറ്റുക. ദെൻ ഇൻഫർമേഷൻ ഇൻ പേയ്മെന്റ് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഇൻ പേയ്മെന്റ് അഡ്വൈസ്. The information is printed in the payment advice is automatically pre-filled in Tally. However, you can also modify the same as to requirements when you the payment in advance later. അതായത് എന്തെങ്കിലും പേയ്മെന്റ് ലോണിന്റെ കാര്യമോ എന്തെങ്കിലും എംപ്ലോയീസിന്റെ സാലറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡീഷണൽ അഡ്വൈസുകൾ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ദെൻ പേ സ്ലിപ്പ് നോട്ടാണ്. ഇറ്റ് വിൽ പ്രിന്റഡ് if you want then authorized details printed emailing printing പേ സ്ലിപ്പ്. അതായത് ഓരോ ആൾക്കും കൊടുത്തിരിക്കുന്ന സാലറിയുടെ പ്രിന്റഡ് സ്ലിപ്പുകൾ അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ദെൻ ലാസ്റ്റ് പറയുന്നതാണ് പേ സ്ലിപ്പ് മെസ്സേജ് എന്ന് പറയുക. ഇത് കസ്റ്റമൈസ്ഡ് മെസ്സേജ് ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ വരുമ്പോൾ ആണ് പേ സ്ലിപ്പ് മെസ്സേജുകൾ കൊടുക്കുക. അത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ F12നകത്ത് ഇത് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ എംപ്ലോയീസിന് എല്ലാവർക്കും മെസ്സേജുകളൊക്കെ അയക്കാനായിട്ട് സാധിക്കും. ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്പെഷ്യൽ ഒക്കേഷൻ ഡീറ്റെയിൽസുകൾ പാസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് F12നകത്ത് പേറോളുമായി നിങ്ങൾ ആക്ടിവേറ്റ് ആകേണ്ടത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ബുക്കിലോട്ട് പേറോളിന്റെ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ പ്രൊസീജിയറും കൂടെ എഴുതി വെക്കണം. അതും കൂടി ഉള്ളൂ കേട്ടോ. ഒരു ദിവസമുള്ള സമയം തരും, അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. പ്രാക്ടിക്കലും അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പേറോൾ